മറ്റൊരു പ്രധാന വാർത്തയിലേക്ക്. റിപ്പോർട്ടർ ഫോളോ അപ്പ്. ആക്രി കച്ചവടത്തിന്റെ മറവിൽ 209 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയെന്ന GST ഇന്റലിജൻസിന്റെ വാദം കളവാണെന്ന് നിയമസഭാ രേഖ. 1170 കോടി രൂപയുടെ അനധികൃത ഇടപാടിലൂടെ 209 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയെന്ന് വാർത്താക്കുറിപ്പ് ഇറക്കിയെങ്കിലും 1.5 വർഷത്തിനപ്പുറം വെറും 1,89 ലക്ഷം രൂപ മാത്രമാണ് പിരിഞ്ഞു കിട്ടിയതെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയെ അറിയിച്ചു. GST ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ 50 ലക്ഷം രൂപ ചെലവഴിച്ച് നടത്തിയ പഞ്ചനക്ഷത്ര പരിശീലനം റിപ്പോർട്ടർ വാർത്തയാക്കിയതിന് പിന്നാലെയായിരുന്നു പരിശീലനത്തിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് പാലക്കാട് ഓപ്പറേഷൻ പാം ട്രീ എന്ന പേരിൽ വൻ റെയ്ഡ് നടത്തിയത്. TV പ്രസാദിന്റെ കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, അപ്പൊ പറഞ്ഞതെല്ലാം പൊയ്യായിരുന്നു. ഗുഡ് മോർണിംഗ്. അതുതന്നെയാണ് അരുൺ നിയമസഭാ രേഖകളിലൂടെ വ്യക്തമാക്കുന്നത്. കുറച്ച് മുമ്പ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അരുണിന് ഓർമ്മയുണ്ടാകും എന്ന് കരുതുന്നു. അതായത് കണക്കുകൾ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നായിരുന്നു അന്ന് മറുപടി നൽകിയത്. അതും നമ്മൾ വാർത്തയാക്കിയതാണ്. അരുൺ, നമ്മൾ ഒരു 1.5 വർഷം മുമ്പാണ് ആദ്യത്തെ പഞ്ചനക്ഷത്ര പരിശീലനത്തിന്റെ വാർത്തയാക്കുന്നത്. ഏതാണ്ട് 44 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ആദ്യത്തെ പഞ്ചനക്ഷത്ര പരിശീലനം നടത്തിയത്. അത് പറയാനുള്ള കാരണം സർക്കാരിന്റെ കെട്ടിടങ്ങളെല്ലാം നിലനിൽക്കെയാണ് GSTയുടെ ഉദ്യോഗസ്ഥർ 5 സ്റ്റാർ ഹോട്ടലുകളിൽ താമസിച്ചുകൊണ്ട് സ്വകാര്യ ഹാളിൽ ഈ പരിശീലനം നടത്തിയത്. അതാണ് നമ്മൾ വാർത്തയാക്കിയതിന് പിന്നാലെ ഈ പറയുന്ന ഓപ്പറേഷൻ പാം ട്രീ നടത്തുകയും ചെയ്തു. ഓപ്പറേഷൻ പാം ട്രീ എന്നാൽ ആക്രി കടത്തിലെ നികുതി വെട്ടിപ്പാണ്. നമുക്കറിയാവുന്നതുപോലെ വലിയ നികുതി വെട്ടിപ്പ് നടത്തുന്ന മേഖലയാണ്. ആ സമയത്ത് തന്നെ GST ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പിൽ വന്നതാണിത്. ഇതിന്റെ ജാള്യത മറക്കാൻ വേണ്ടിയാണ് ഈ റെയ്ഡ് നടത്തിയതെന്ന്. അതായത് പരിശീലനത്തിൽ പങ്കെടുത്ത എല്ലാ ഉദ്യോഗസ്ഥരെയും പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു വലിയ റെയ്ഡ് സംഘടിപ്പിച്ചത്. അന്ന് അതിന്റെ അടുത്ത ദിവസം അവർ വാർത്താക്കുറിപ്പ് ഇറക്കി. അരുൺ, 1170 കോടി രൂപയുടെ അനധികൃത ഇടപാട് നടന്നു എന്നുള്ളതാണ് അന്ന് വാർത്താക്കുറിപ്പിൽ പറഞ്ഞത്. മാത്രമല്ല 209 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയെന്നും GST ഇന്റലിജൻസ് അന്ന് വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. നമ്മൾ വളരെ ആവേശപൂർവ്വം അത് റിപ്പോർട്ട് ചെയ്തതാണ്. ഇങ്ങനെ ഒരു പരിശീലനം നടന്നതിന് ഇത്രയും വലിയ ഗുണം കിട്ടുമെങ്കിൽ അത് നല്ലതാണല്ലോ എന്ന രീതിയിൽ പോസിറ്റീവായിരുന്നു നമ്മൾ കണ്ടത്. പക്ഷെ പിന്നീടാണ് ആ കണക്കുകൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടത്. കാരണം 1 വർഷത്തിനിപ്പുറം നിയമസഭയിൽ ചോദിച്ച സമയത്ത് കണക്കുകൾ ക്രോഡീകരിച്ചിട്ടില്ല എന്ന മറുപടിയായിരുന്നു കിട്ടിയതെങ്കിൽ ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസം നിയമസഭയെ അറിയിച്ചിരിക്കുന്നു 209 കോടി രൂപയുടെ നികുതി വെട്ടിപ്പിൽ വെറും 1.89 കോടി രൂപ മാത്രമാണ് പിരിച്ചെടുത്തതെന്ന്. അങ്ങനെയെങ്കിൽ അരുൺ, 205 കോടി രൂപ എവിടെ പോയി എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഒരു വാർത്ത പുറത്തു വരുമ്പോൾ അതിന്റെ ജാള്യത മറക്കാൻ റെയ്ഡ് നടത്തുക, നമ്മുടെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ കള്ളം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ സംഭവിച്ചതെന്ന് ഈ നിയമസഭാ രേഖയിലൂടെ വ്യക്തമാണ്. അരുൺ, താങ്ക് യു TV പ്രസാദ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ GST ഉദ്യോഗസ്ഥരുടെ പരിശീലനം. അന്ന് ചില GST ഉദ്യോഗസ്ഥരൊക്കെ അതിനെ വിമർശിച്ചു, ആ വാർത്തയെ വിമർശിച്ചു. അങ്ങനെയല്ല, അതിന് വളരെ കൂടുതൽ എഫിഷ്യൻസിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എഫിഷ്യൻസി കിട്ടാൻ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് വേണമെന്നില്ല. നമ്മുടെ സർക്കാരിൻ്റെ തന്നെ നല്ല റെസ്റ്റ് ഹൗസുകളും ഗസ്റ്റ് ഹൗസുകളും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ പരിശീലനം നടത്തിയാലും അത്യാവശ്യം എഫിഷ്യൻസിയൊക്കെ വരും. അതിന് ഇത്ര വലിയ ചിലവും ഇല്ല എന്നുള്ളതാണ്. ഒടുവിൽ 209 കോടിയോളം രൂപ ഞങ്ങൾ പിരിച്ചെടുത്തു എന്ന് അവകാശവാദം ഉന്നയിക്കുന്നു. നിയമസഭയിൽ രേഖകൾ വരുമ്പോൾ അത് 1 കോടിയായിട്ട് മാറുന്നു. ബാക്കി 205 കോടി കഹാഗയ എന്ന് പോയി ചോദ്യമാണ്. ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും.